നമസ്കാരം. കഴിഞ്ഞ 14-ാം തീയതി ബീഹാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നു. അതിനോടൊപ്പം തന്നെ 2026-ൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൂടിയാണ് പുറത്തു വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1937-ൽ പ്രൊവിൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നെഹ്റു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ വിളിച്ചത് ചത്ത കുതിര എന്നായിരുന്നു. ഇപ്പോൾ കാലവും മാറി, കഥയും മാറി. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഊഴമാണ് കോൺഗ്രസിനെ തിരിച്ച് ചത്ത കുതിര എന്ന് വിളിക്കാൻ. RSSും മോദിയും മാത്രമല്ല BJPയുടെ ഐശ്വര്യങ്ങൾ. തീർച്ചയായിട്ടും മരമണ്ടനായ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും BJPയുടെ ഐശ്വര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. എന്ന് മുതൽ KC വേണുഗോപാൽ ഈ രാഹുൽ ഗാന്ധിയുമായി ചേർന്നു, അന്നു മുതൽ കോൺഗ്രസിൻ്റെ അധപ്പതനത്തിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ ആരംഭവും തുടങ്ങി. അടുത്ത കേരള അസംബ്ലി ഇലക്ഷനോടുകൂടി കേരളത്തിൽ അതിൻ്റെ പതനം പൂർണ്ണമാകും എന്ന് ഉറപ്പാണ്. കോൺഗ്രസ് അങ്ങനെ തകർന്ന് തരിപ്പണമാകുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ ആകപ്പാടെ തകിടം മറിയും. നേരത്തെ നമുക്ക് ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF അങ്ങനെ രണ്ട് ഓപ്ഷൻസാണ് ഉണ്ടായിരുന്നത്. ഇനി മിക്കവാറും ഒരിക്കലും തന്നെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ വരാനുള്ള സാധ്യത മലയാളികളുടെ മുന്നിൽ ഇല്ല. ഇന്ത്യയെപ്പോലെ 140 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അനവധി വൈവിധ്യങ്ങളുള്ള ഒരു മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത് പോയിട്ട് ഇവിടുത്തെ ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാകാൻ പോലും തക്ക വിവരമോ പക്വതയോ രാജ്യസ്നേഹമോ ഇല്ലാത്തൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. താൻ നെഹ്റു കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് താൻ പ്രധാനമന്ത്രിയാകേണ്ടവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പമ്പര വിഡ്ഢിയാണ് അയാൾ. കഴിഞ്ഞ പ്രതാപകാലം അസ്തമിച്ചു എന്ന കാര്യം അയാൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മിക്കവാറും എല്ലാ കോൺഗ്രസ്സുകാരുടെയും അഭിപ്രായം ഇത് തന്നെയായിരിക്കും. പക്ഷേ അത് ഉറക്കെ വിളിച്ചു പറയുവാൻ ഉള്ള ധൈര്യം അവർക്കില്ല. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ശശി തരൂറിന് മാത്രം അത് സാധ്യമാകുന്നു. ജനാധിപത്യത്തിന് ഘടകവിരുദ്ധമായ കുടുംബവാഴ്ചയുടെ പിറകെ സ്വാർത്ഥ ലാഭം തേടിയും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രമായും ഖതറിട്ട് നടക്കുന്ന ഒരു കൂട്ടമായി കോൺഗ്രസ് മാറിയിട്ട് കാലങ്ങൾ ഏറെയായി. ഒരുപക്ഷെ സംഘടനാ പ്രവർത്തനം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമായിരിക്കും. കോൺഗ്രസിൻ്റെ മുസ്ലിം പ്രീണനം അറിയണമെന്നുണ്ടെങ്കിൽ അവർ 1995-ൽ കൊണ്ടുവന്നതും 2013-ൽ ഭേദഗതി ചെയ്തതുമായ വഖഫ് നിയമം മാത്രം ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങൾ വർഷങ്ങളായി അല്ലെങ്കിൽ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട നിങ്ങളുടെ വസ്തു നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അത് വഖഫ് ബോർഡ് കൊണ്ടുപോകുന്നു. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾ കരമടയ്ക്കാനായി വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് നിങ്ങൾ അറിയുന്നത് അത് വഖഫ് ബോർഡ് കൊണ്ടുപോയി എന്ന്. ഇത്രയും നിഷ്ഠൂരമായ ഒരു നിയമം ഇന്ത്യയിൽ കൊണ്ടുവരാൻ, അതും ഭാവിയിൽ ഇതൊരു മുസ്ലിം രാഷ്ട്രം ആക്കി മാറ്റാൻ വേണ്ടി ഉള്ള ഒത്താശ ചെയ്തുകൊണ്ട് കൊണ്ടുവന്നത് ഈ കോൺഗ്രസ് സർക്കാർ ആയിരുന്നു. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ UDF കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ പോലും ഭരണത്തിൻ്റെ കടിഞ്ഞാൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ ആയിരിക്കും. മതമാണ് പ്രശ്നം എന്ന് വിളിച്ചു പോകുന്ന, തങ്ങൾ മതേതരമാണെന്ന് സ്വയം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗിലെ KM ഷാജിമാരുടെ കൈകളിൽ ആയിരിക്കും ഈ ഭരണ യന്ത്രം തിരിയുന്നവർ. കൂടാതെ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ അധികാരത്തിൻ്റെ പുറത്തായിരുന്നു. അന്ന് മുസ്ലിം സമുദായത്തിനുണ്ടായ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടി UDFനെ തിരികെ അധികാരത്തിൽ കൊണ്ടുവരണം എന്നാണ് അദ്ദേഹം നേരത്തെ ഒരു ദിവസം ആഹ്വാനം ചെയ്തത്. മുസ്ലിം ലീഗിനെ കൂടാതെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൊളിറ്റിക്കൽ വിങ്ങായ SDPI, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, ഈ സമസ്ത സുന്നി വിഭാഗം തുടങ്ങിയ അനവധി മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ UDFനെയും കോൺഗ്രസിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ബുദ്ധന്മാരുടെയും നേർക്ക് അഴിച്ചുവിട്ട അതിക്രൂരമായ ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, അതുപോലെ തന്നെ കൂട്ട ബലാത്സംഗം. പഹൽഗാമിൽ മതം തിരിച്ചറിഞ്ഞതിന് ശേഷം വെടിവെച്ച് കൊല്ലപ്പെട്ട നിരപരാധികളായ ടൂറിസ്റ്റുകാർ. നമ്മുടെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒത്താശയോടുകൂടി നടക്കുന്ന ഹമാസ് അനുകൂല പ്രകടനങ്ങൾ, അരിയും മലരും കുന്തിരിക്കവും കാത്തുവച്ചോ എന്ന് പറയുന്ന മുന്നറിയിപ്പ്, ഇതൊക്കെ കേരളത്തിലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഇരുത്തി ചിന്തിപ്പിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിധത്തിലുമുള്ള സംശയവും ഇല്ല. കൂടാതെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എടുത്തു പറയേണ്ടത്. അദ്ദേഹം വിദേശത്ത് പോയതിനു ശേഷം ഇന്ത്യയിലെ ജുഡീഷ്യറി ഉൾപ്പെടെ ഉള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർന്നു തരിപ്പണമായി എന്നാണ് വിളിച്ചു പറയുന്നത്. കൂടാതെ
നമ്മുടെ ശത്രു രാജ്യമായ ചൈനയിൽ പോയിട്ട് അവരുമായി രഹസ്യ കരാറുകൾ ഉണ്ടാക്കുന്നു. തിരികെ വന്നതിന് ശേഷം നമ്മുടെ സായുധ സേനയുടെ ആത്മവീര്യം തകർക്കുന്ന രീതിയിലുള്ള നിരവധി പ്രസ്താവനകൾ ഇറക്കുന്നു. പുൽവാമയിലെ ഭീകരവാദി ആക്രമണത്തിന് ശേഷം ഇന്ത്യ ബാലാക്കോട്ട് ആക്രമണം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം ചോദിച്ചത് അവിടെ ആക്രമണം നടത്തിയതിനുള്ള തെളിവ് തരാനാണ്. കാരണം അദ്ദേഹം നമ്മുടെ സേനയെ അവിശ്വസിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ അടുത്ത കാലത്ത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ നമ്മുടെ എത്ര ഫൈറ്റർ പ്ലെയിനാണ് നഷ്ടമായത് എന്ന് പറയാനാണ് അദ്ദേഹം മോഡിയോട് ആവശ്യപ്പെട്ടത്. അഗ്നിവീർ, അഗ്നിപത്ത് എന്നിവയ്ക്കെതിരെ നടത്തിയ പ്രസ്താവനകൾ, ഇന്ത്യൻ സൈനികരെ ചൈനീസ് പട്ടാളം അടിച്ചോടിക്കുന്നു എന്ന് ഒരു തെളിവിൻ്റെയും അടിസ്ഥാനമില്ലാതെ നടത്തിയ പ്രസ്താവന, അതുപോലെ തന്നെ 2000-ഓളം ഏക്കറോ ഹെക്ടറോ വസ്തു ചൈനീസ് പട്ടാളം നമ്മുടേത് പിടിച്ചുകൊണ്ടുപോയി എന്നുള്ള അടിസ്ഥാനരഹിതമായ പ്രസ്താവന, ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷ നേതാവിന് യോജിക്കാത്ത പ്രസ്താവനകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സഹോദരനും സഹോദരിക്കും സുരക്ഷ തേടി ഇവിടെ നമ്മുടെ വയനാട്ട് വന്ന് മത്സരിക്കേണ്ടി വന്നത്. പപ്പുവിനെ സഹിക്കാൻ കഴിയാതെ 2014 ശേഷം ഏകദേശം 400-ഓളം മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയി എന്ന് ദ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിൽ നമ്മുടെ കപിൽ സിബൽ, ഗുലാം നബി ആസാദ് തുടങ്ങിയ മുതിർന്ന നേതാക്കളും ഉൾപ്പെടും. സ്വാതന്ത്ര്യസമരത്തിന് ശേഷം ഈ കോൺഗ്രസ് പാർട്ടിയെ പിരിച്ചുവിടണം എന്നായിരുന്നു മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നത്. ആ ദൗത്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ രാഹുൽ ഗാന്ധി അന്നൊക്കെ പറഞ്ഞിരുന്നത് BJP സർക്കാർ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അട്ടിമറിക്കുന്നു എന്നാണ്. എന്നാൽ ചിലപ്പോൾ ചില അവസരങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ജയിക്കുന്ന അവസരങ്ങളിൽ അദ്ദേഹം അത്തരത്തിൽ ഒരു പരാതി ഉയർത്തിയതേ ഇല്ല. നാം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറേ നാളായിട്ട് രാഹുൽ ഗാന്ധി അത്തരത്തിൽ ഒരു പരാമർശം നടത്തുന്നില്ല. നമുക്ക് ശ്രദ്ധിക്കാം, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അത്തരത്തിൽ ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കാറില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനുള്ള കാരണം 2024 ഏപ്രിൽ മാസം 26-ാം തീയതി സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ്. സുപ്രീം കോടതി പറഞ്ഞു, ഇതുവരെ അത്തരത്തിൽ ഈ EVMനെതിരെ ഫയൽ ചെയ്തിരുന്ന എല്ലാ കേസുകളും അടിസ്ഥാനരഹിതമായിരുന്നു, ഒന്നിനും വേണ്ട തെളിവുകൾ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇനി മേലാൽ നിങ്ങൾ EVMനെ കുറിച്ചിട്ട് എന്തെങ്കിലും പരാതി ഉള്ള പക്ഷം അതിന് വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെ വേണം ഈ കോടതിയെ സമീപിക്കാൻ എന്നാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ കൊണ്ടുവന്നാൽ ആ നിമിഷം തന്നെ ഫയലിൽ സ്വീകരിക്കാതെ ഞങ്ങളത് ചവറ്റുകുട്ടയിൽ എറിയുമെന്നാണ് ഈ സുപ്രീം കോടതി പറഞ്ഞത്. പിന്നെ കോടതി ഒരു വാണിംഗ് കൂടി കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി പ്രത്യേകം പറഞ്ഞു, ഈ പഴയ കാര്യങ്ങൾ വീണ്ടും ഒരു പുതിയ വീഞ്ഞാക്കി പുതിയ കുപ്പിയിൽ ഇട്ടുകൊണ്ട് വീണ്ടും വരരുത്. പുതിയ എന്തെങ്കിലും ആരോപണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തെളിവ് ഉൾപ്പെടെ വരൂ എന്നാണ് പറഞ്ഞ് അയച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു ആരോപണം അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ഉന്നയിക്കാത്തത്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, KC വേണുഗോപാൽ പറയുന്നു, ബീഹാറിൽ കോൺഗ്രസിന് ജനങ്ങൾ വോട്ട് ചെയ്തു, പക്ഷേ അത് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തിയില്ല എന്നാണ്. വീണ്ടും അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്, ഈ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് EVM ഹാക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഉപകരണം ആണ് എന്നാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതിയുടെ ഉത്തരവിനെ വിശകലനം ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ സുപ്രീം കോടതി എന്താണ് ഇന്ത്യക്കാരോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ജഡ്ജ്മെൻറ്റിലൂടെ ഒരു പുതിയ സംവിധാനം കൂടി നിലവിൽ വന്നിട്ടുണ്ട്. അതായത് ഇലക്ഷന് ശേഷം ആർക്കെങ്കിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നൊരു പരാതി ഉണ്ടെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ വരുന്ന സ്ഥാനാർത്ഥികളിൽ ആരെങ്കിലും രേഖാമൂലം ഒരു പരാതി കൊടുക്കണം. അതിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൻ്റെ സീരിയൽ നമ്പരും അതുപോലെ തന്നെ പോളിംഗ് ബൂത്തിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. അപ്പോൾ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറും ഈ ഫാക്ടറിയിലെ എക്സ്പെർട്ടായ എഞ്ചിനീയർമാരും വന്നതിന് ശേഷം ഈ സ്ഥാനാർത്ഥിയുടെയും അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയും സാന്നിധ്യത്തിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ മെഷീനെ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധന നടത്തും. പക്ഷേ അതിന് മുമ്പായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ചെലവ്, ഇതിന് വേണ്ടി വരുന്ന ചെലവ് ഓരോ സ്ഥാനാർത്ഥിയും കെട്ടിവയ്ക്കണം. സ്ഥാനാർത്ഥി പറയുന്നതാണ് ശരി എന്ന് തെളിയിക്കപ്പെടുകയാണ് എങ്കിൽ മാത്രം ആ പൈസ തിരിച്ചു നൽകും. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, രാഹുൽ ഗാന്ധിയൊക്കെ ഈ പബ്ലിക്കിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് വിളിച്ചു പറയുന്നത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഹൈജാക്ക് ചെയ്തു എന്ന്. എന്നാൽ അവർ പോയിട്ട് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു
അപേക്ഷ അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കുന്നതേ ഇല്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ കയ്യിരിക്കുന്ന പൈസ കൂടി പോകും. അങ്ങനെ മെഷീൻ ഹൈജാക്ക് ചെയ്തു എന്നുള്ള ആരോപണം ഉന്നയിക്കാൻ സാധിക്കാതെ വന്ന ഒരു അവസരത്തിലാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായിട്ട് മുന്നോട്ട് വന്നത്. ഹൈഡ്രജൻ ബോംബെന്നും ന്യൂട്രജൻ ബോംബെന്നും ന്യൂക്ലിയർ ബോംബെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തെത്തി. പക്ഷേ എല്ലാം നനഞ്ഞ പടക്കങ്ങളായി മാറി. അദ്ദേഹത്തിൻ്റെ ഘടകകക്ഷിയിൽപ്പെട്ട ആൾക്കാർ പോലും അത് ഏറ്റെടുത്തില്ല. ബീഹാർ തന്നെയാണ് ഉദാഹരണം. BJPയുടെ ഗോപാലകൃഷ്ണൻ തമാശയായി പറഞ്ഞ ഒരു കാര്യം, രാഹുൽ ഗാന്ധി തൻ്റെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലൂടെ ഗോപാലകൃഷ്ണനെ വേൾഡ് ഫേമസ് ആക്കി മാറ്റി. ബീഹാറിൽ കാലിത്തീറ്റക്കളനായ ലാലു പ്രസാദ് യാദവിൻ്റെ യാദവന്മാരെയും മുസ്ലിങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ മലമറിക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ബീഹാരികൾ മലയാളികളെക്കാൾ വിവരമുള്ളവരാണ് എന്ന് അവർ തെളിയിച്ചു. അവർക്ക് വേണ്ടത് വികസനമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ തികച്ചും നിസ്സഹായരാണ്. അവർ ചെകുത്താനും കടലിനും ഇടയ്ക്കാണ്. ചെകുത്താൻ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് മുടിഞ്ഞ ഭരണം നടത്തുന്ന LDF. UDFനെ തിരഞ്ഞെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4 ടയറും പഞ്ചറായ കാറായിട്ടും കിടക്കുന്നു. BJP ആണെങ്കിൽ ഒട്ട് അധികാരത്തിൽ വരാനും പോകുന്നില്ല. ബീഹാറിലെ ഫലം പുറത്തു വന്നതോടുകൂടി സാധാരണ ജനങ്ങൾക്ക് ഈ കോൺഗ്രസ്സിലുണ്ടായിരുന്ന അവസാനത്തെ പ്രതീക്ഷയും അസ്തമിച്ചു. അത് മനസ്സിലാക്കാതെ കോൺഗ്രസ് നേതാക്കൾ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നുമില്ലാത്ത നിഷ്പക്ഷരായ ആൾക്കാർ മിക്കവാർക്കും BJPയിലേക്ക് മാറി വോട്ട് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. ഒരുപക്ഷെ അവർക്ക് കുറച്ച് സീറ്റുകൾ ലഭിച്ചേക്കാം. എന്തായാലും അവരുടെ വോട്ടിംഗ് ശതമാനം കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് പാവപ്പെട്ട സാധുക്കളായ ജനങ്ങളാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ. അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഫ്രീ ബീസ് വാഗ്ദാനം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഇലക്ഷൻ അടുക്കും തോറും എന്തെങ്കിലും പുതിയതായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറ്റിയ മറ്റേ കിറ്റ് പോലെയുള്ള എന്തെങ്കിലും കൂടി അദ്ദേഹം കൊടുക്കും. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിക്കാരൻ വന്നിട്ട് കിറ്റും കൊടുത്തിട്ട് വോട്ട് തരണേ ചേച്ചി എന്ന് പറഞ്ഞാൽ ഏത് ചേച്ചിയാണ് വോട്ട് ചെയ്യാതിരിക്കുക? പിന്നെ ഒരു ചോദ്യം, ഈ CPMഉം BJPയും തമ്മിൽ എന്തെങ്കിലും അന്തർധാര ഉണ്ടായിരിക്കുമോ എന്നുള്ളതാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന അമിത്ഷാ എന്ന് പറയുന്ന ചാണക്യൻ്റെ ആയുധങ്ങളും തന്ത്രങ്ങളും എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഒരു കാര്യം നാം മനസ്സിലാക്കണം, രാഷ്ട്രീയത്തിൽ ആരും തന്നെ നിത്യശത്രുക്കൾ അല്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ BJPയുടെ വോട്ടുകൾ കുറേ CPMന് പോകാം, അതുപോലെ തന്നെ തിരിച്ചും പോകാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ സ്വപ്നങ്ങളെല്ലാം അതോടുകൂടി തകർന്നടിയും. CPMന് അനുകൂലമായ 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് പെരുന്ന പോപ്പായ സുകുമാരനും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനും ആണ്. ഈ ശബരിമല യുവതീ പ്രവേശന സമയത്ത് ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നാമജപ ഘോഷയാത്ര നടത്തിയ സുകുമാരൻ എന്ന് പറയുന്ന സുഗു ഇപ്പോൾ ശബരിമലയിലെ വിഗ്രഹം തന്നെ മോഷണം പോയി എന്നൊക്കെയാണ് പറയുന്നത്. അതിനെതിരെ ഇതുവരെ കമാശിവ മിണ്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ സുഗു പറഞ്ഞാൽ ഏതെങ്കിലും നല്ല നായന്മാർ വോട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം അതിൽ എനിക്ക് സംശയം ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് വെള്ളാപ്പള്ളി നടേശൻ സാറാണ്. അദ്ദേഹം ഇപ്പോൾ നിരന്തരം ഈ മുസ്ലിങ്ങളെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ വോട്ട് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് ഈ പിണറായി വിജയൻ സഖാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആണ്. ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് CPMനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അനുകൂല ഘടകം എന്ന് പറയുന്നത് അവരുടെ സംഘടന തന്നെയാണ്. അവരുടെ ഈ കേഡർ പാർട്ടി എന്ന് പറയുന്നത് ഒരു എണ്ണയിട്ട യന്ത്രം പോലെ മൂന്നാമതും അധികാരത്തിൽ വരാൻ വേണ്ട എല്ലാ സാധ്യതയും ആരായും. അതിനിടയ്ക്ക് തന്നെ അവസാന നിമിഷം പിണറായി സഖാവിനറിയാം എന്തൊക്കെയാണ് ഇവർക്ക് കൊടുത്തതിന് ശേഷം ഫ്രീബീസ് കൊടുത്ത് എങ്ങനെയാണ് വോട്ട് പെട്ടിയിൽ ആക്കേണ്ടത് എന്ന്. അത് കണ്ട് VD സതീശനും കൂട്ടുകാരും കണ്ണും തള്ളി ആകാശത്തോട്ട് നോക്കി നിൽക്കുകയും ചെയ്യും. എന്തായാലും ചക്രവാളത്തിൽ ഉദിച്ചു വരുന്നത് ഒരു ഭരണ തുടർച്ച തന്നെയാണ്. നിങ്ങൾക്ക് ആ ഭരണോദയം കാണാൻ കഴിയും. ആരായിരിക്കും മുഖ്യമന്ത്രി? പിണറായി ആണോ ഈ റിയാസ് ആണോ മുഖ്യമന്ത്രി എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയം ഉണ്ടാകേണ്ടതുള്ളൂ. എന്തായാലും മലയാളികളുടെ ഗതികേട് വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കും. നന്ദി, നമസ്കാരം.